പൊതുവെ നമ്മളൊക്കെ ആദ്യം വിചാരിച്ചിരുന്നത് നിഖില വിമൽ, ഫാദറിന്റെ പേരാണ് വിമൽ എന്നാണ്. അമ്മയുടെ പേരാണ് വിമല കുമാരിയുടെ വിമല ദേവി. വിമല ദേവി, ആ വിമല ദേവിയുടെ വിമല നമ്മൾ എടുത്താക്കുന്ന ബാക്കിൽ അമ്മയുടെ പേരും ചേച്ചിയുടെ പേരിന്റെ എന്റെ പേരിന്റെ കൂടെ അമ്മയുടെ പേര് ഇട്ടത്. സ്കൂൾ തൊട്ടേ അങ്ങനെ തന്നെയായിരുന്നു? പണ്ട് ജനിച്ചപ്പോ തൊട്ടേ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അഖില വിമൽ എന്നാണ് അവളുടെ പേര്. ദുൽഖറിനെ പറ്റി ആദ്യം പറയുന്ന സമയത്ത് നമ്മൾ ഒരു ബെസ്റ്റ് ഓട്ടോഗ്രാഫ്, ബെസ്റ്റ് മെമ്മറി എന്താ? യമന്റെ പ്രേമം അത് ചെയ്യുന്ന സമയത്ത് എന്റെ വീട്ടിലൊക്കെ ദുൽഖർ സൽമാൻ ഫാൻസ് അസോസിയേഷന്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ ഒന്ന് ദുൽഖറിനെ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്, ഞാൻ തന്നെ കണ്ടിട്ടില്ല സിനിമയില്, ഞങ്ങൾ നമ്മൾ കാണുന്നില്ലല്ലോ. ഞങ്ങക്ക് രണ്ടുപേർക്കും കൂടെ ഒരു സോങ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സോങ്ങിന് പുള്ളി ആ വഴിക്ക് പറമ്പിൽ കൂടെ നടക്കണമെങ്കിൽ ഞാൻ ഈ വഴിക്ക് പറമ്പിൽ കൂടെ നടക്കാനിരിക്കാം. അപ്പൊ അങ്ങനത്തെ സോങ് ആയിരുന്നു. അന്ന് പരിചയപ്പെട്ട വെച്ചിട്ടൊരു ബന്ധമുണ്ട്. അത് ഭയങ്കര പുള്ളി അത് ഭയങ്കര ഈ നമ്മൾക്ക് ഒരു ഹെസിറ്റേഷൻ ഉണ്ടാവുമല്ലോ സംസാരിക്കാൻ, ആ സാധനങ്ങളൊന്നും ഇല്ലാണ്ട് പുള്ളി അത് ഡീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അതൊരു ഭയങ്കര ചാമിങ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു മഞ്ജു ചേച്ചിയായിട്ട് ദ വെരി ബെസ്റ്റ് മൊമെന്റ് ആയിരിക്കും സെറ്റിൽ ഉണ്ടായിരിക്കുക. ഒരു ചിലപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളേ ഉണ്ടായിട്ടുള്ളൂ, പക്ഷെ അതിനുശേഷം മഞ്ജു ചേച്ചിയുടെ ഒരുപാട് പരിപാടികൾ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് ഒരു സ്റ്റേജ് ഷെയർ ചെയ്തിട്ടുണ്ട്. മഞ്ജു ചേച്ചിയെ പറ്റി ആലോചിക്കുമ്പോൾ ഫസ്റ്റ് മെമ്മറി എന്താ? ഇപ്പൊ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ മഞ്ജു ചേച്ചിയുടെ ഒരു ഷോന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരെന്റെ അടുത്ത് പറഞ്ഞ ഓണം പരിപാടിയാണ്, കഴിഞ്ഞ വർഷം ഉണ്ടോ, അപ്പൊ ഓണം പരിപാടിയാണ്. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ ഓണം എന്ന് വിചാരിക്കുമ്പോൾ ഒരു ഇവന്റ് ആണല്ലോ, അപ്പൊ നമ്മൾ ഡ്രസ്സപ്പ് ചെയ്ത് പോണല്ലോ. അപ്പൊ ഞാന് മറ്റേ സാരി കൊടുത്ത് പണ്ട് ശീലമില്ലല്ലോ. ഇല്ല, ഞാൻ അങ്ങനെ പോവാ, അതായത് സാരിയെ കൊടുത്ത് പൂവൊക്കെ വെച്ച് ഭയങ്കര റെഡി ആയിട്ട് അപ്പൊ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഞാൻ ഇറങ്ങുമ്പോഴേ ഞാൻ ആലോചിച്ചത് എനിക്ക് തന്നെ തോന്നാണ് എന്റെ സാരി കുറച്ച് ഓവറാണ്, കുറച്ച് ഗ്രാൻഡ് ആണ് എന്നിങ്ങനെ തോന്നുന്നു. അപ്പൊ ഞാൻ സ്റ്റൈലിസ്റ്റിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് അത്രയും ഗ്രാൻഡ് ഒന്നും വേണ്ട, പക്ഷെ കിട്ടിയത് ഇതാണ്. അപ്പൊ ഞാനാണ് ഇത് കൊടുത്തിട്ട് ഞാൻ ആലോചിക്കും ഞാൻ ഭയങ്കര ഗ്രാൻഡ് ആവുള്ളൂ, ഞാൻ ആലോചിക്കും. അപ്പൊ ഞാൻ എന്നിട്ട് പറഞ്ഞു ഞാൻ അവിടെ ചെല്ലുമ്പോ മഞ്ജു ചേച്ചി വല്ല പാവാടയൊക്കെ ഇട്ടപ്പോണ്ടാവും, ഞാൻ മാത്രം ഭയങ്കര ഓവർ ഡ്രസ്ഡ് ആയിരിക്കും എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ഞാൻ ചെന്ന പോലെ ഇപ്പൊ അതേപോലെ തന്നെ ബ്ലാക്ക് കളർ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് അറിയായിരുന്നു നിങ്ങൾ, ഞാൻ പറഞ്ഞു ഞാനിത് നശിപ്പിക്കും. അതായത് മഞ്ജു ചേച്ചിയുടെ പേരിലുള്ള ഒരു ഷോ ആണ്, മഞ്ജു ചേച്ചിയാണ് അവിടെ വരുന്നത്, ഞാൻ ഭയങ്കര ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് പോയിരിക്കണം. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് എന്നോട് ഇല്ല കുഴപ്പമില്ല നന്നായിട്ട് നല്ല ഡ്രസ്സുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യുന്നുള്ളൊരു അവസ്ഥ തന്നെയായിരുന്നു. മഞ്ജു ചേച്ചി ഭയങ്കര അടിപൊളിയാണ് സംസാരിക്കാനും ഒക്കെ. ഫഹദ് ഫാസിലിന്റെ കൂടെ പ്രകാശനാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പ്രകാശിന് ശേഷമോ പ്രകാശിന് മുന്നേ ഞാൻ മുപ്പരെ കണ്ടിട്ടില്ല. ഷൂട്ടിന്റെ സമയത്ത് പുള്ളി ഭയങ്കര രസമാണ്. അതായത് പുള്ളി വർക്ക് ചെയ്യണത് കാണാനുള്ളൊരു എനിക്ക് ഭയങ്കര ആൾക്കാർ അഭിനയിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു ഫഹദ് ഫാസിൽ. അപ്പൊ ആദ്യത്തെ സീനൊക്കെ എടുക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പുള്ളി പറയുന്നതിനിടയ്ക്ക് ഞാൻ അതായത് പുള്ളീനെ ശ്രദ്ധിച്ചിട്ട് ഞാൻ മറന്നു പോയിട്ടൊക്കെ ഉണ്ട് എന്താ പറയണ്ടേന്നൊക്കെ. സത്തനങ്ങളൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ അടുത്ത്